സ്റ്റോക്ക് മാർക്കറ്റ് NSE BSE ഇന്ന് അടഞ്ഞിരിക്കും. മഹാരാഷ്ട്ര ദിനം അവധി. ട്രേഡിംഗ് മെയ് 4 തിങ്കളാഴ്ച മുതൽ മാത്രം പുനരാരംഭിക്കും. MCXൽ വൈകുന്നേരം സെഷൻ മാത്രമേ ഉണ്ടാവൂ. ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക, ഡിജിറ്റൽ പ്രസന്റർ. ക്രൂഡ് ഓയിൽ $120-126 വരെ ഉയർന്നു. 2022 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്ക്. US-ഇറാൻ കോൺഫ്ലിക്റ്റ്, ഹോർമസ് ബ്ലോക്കേഡ് കാരണം ഇത് ഇന്ത്യയുടെ ഇറക്കുമതി ബില്ല് വർദ്ധിപ്പിക്കും. രൂപ റെക്കോർഡ് ലോ ആയ 95.32 വരെ തകർന്നു. USDന് എതിരെ. ഓയിൽ വിലയും FII ഔട്ട്ഫ്ലോയും കാരണം RBI ഇടപെടൽ പ്രതീക്ഷിക്കുന്നു. ഗ്ലോബൽ ടെൻഷൻ, ഫെഡിന്റെ ഹോക്കിഷ് സ്റ്റാൻസ്, യുദ്ധസാഹചര്യം, ഡോളർ ശക്തമാവുന്നു. ഏപ്രിൽ 30 പ്രധാന Q4 റിസൾട്ടുകൾ. ഇന്ന് അവയുടെ പ്രതികരണം നിരീക്ഷിക്കാം. HUL, ബജാജ് ഫിൻസർവ്, അദാനി പോർട്സ്, വേദാന്ത തുടങ്ങിയവയുടെ ഫലങ്ങൾ വരുന്നുണ്ട്. വേദാന്ത റെക്കോർഡ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തു. ഡെപ്റ്റ് കുറയ്ക്കാൻ പ്ലാൻ. മറ്റ് അപ്ഡേറ്റുകൾ. ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പുകൾ 1.14 ലക്ഷം, 12 ലക്ഷം ജോലികൾ സൃഷ്ടിച്ചു. ഫൈനാൻസ് മിനിസ്ട്രി. FPIകൾ 2026 ഇതുവരെ കനത്ത തോതിൽ പണം പിൻവലിച്ചു. കഴിഞ്ഞ വർഷം മുഴുവൻ കൂടുതൽ. കേരളയിൽ ബിസിനസ് ഇവന്റ്സ്. ഇമർജിംഗ് തൃശൂർ 2026 മെയ് 6 മുതൽ പോലുള്ളവ നടക്കാൻ പോകുന്നു. ക്രൂഡ് ഓയിൽ, രൂപ എന്നിവയുടെ ഗ്ലോബൽ മൂവ്മെന്റിന് അനുസരിച്ച് സെന്റിമെന്റ്. USൽ മാനുഫാക്ചറിംഗ് PMI, ISM ഡേറ്റ പോലുള്ളവ വരും. അവയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റിന് പരോക്ഷമായി സ്വാധീനം. ഓയിൽ വില തുടർന്നുയർന്നാൽ രൂപയ്ക്ക് കൂടുതൽ സമ്മർദ്ദം. ഇറക്കുമതി കമ്പനികൾക്ക് പ്രശ്നം. നാളെ അവധിയായതിനാൽ വലിയ ട്രേഡിംഗ് ഇല്ല. പക്ഷേ ഗ്ലോബൽ ഡെവലപ്മെന്റുകൾ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് ടെൻഷൻ, ഓയിൽ പ്രൈസ് നിരീക്ഷിക്കുക. ബിസിനസ് ന്യൂസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കുറിക്കുക. ഞാൻ ദേവിക, ഡിജിറ്റൽ പ്രസന്റർ, ബുക്കർമാൻ. ബിസിനസ് ന്യൂസ് വീണ്ടും നാളെ രാവിലെ 7:30 കാണാം. ഹാവ് എ ഗ്രേറ്റ് ഡേ.